പ്രൈസലോ കർത്താവിന്റെ അതിപരിസ്ഥമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം എന്റെ 9-ാമത്തെ വാക്യം. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന്, കൂടാരത്തിൽ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ച്. അവർ അവനോട്, ആരോട്? അബ്രഹാമിനോട്, നിന്റെ ഭാര്യ സാറ എവിടെ? ഈ ഒരു ചോദ്യം എല്ലാ കാലഘട്ടത്തിലും നിൽക്കുന്നതാണ്. പ്രൈസലോ. ദൈവം ചോദിക്കുന്നുണ്ട്, ആദാമേ നീ എവിടെ എന്ന് പറഞ്ഞാൽ, മനുഷ്യ നീ എവിടെ? ആദവും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ വന്ന് എന്നറിഞ്ഞ് ദൈവത്തെ കാണാതെ ദൈവത്തിന് വിളിച്ചിരുന്ന ആദമിനെയും ഹവ്വയെയും ദൈവം വിളിക്കുന്നു, മനുഷ്യൻ നീ എവിടെ? അപ്പം ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചു. അടുത്തൊരു ചോദ്യമുണ്ട്, ഹാഗാറെ ഹല്ലേലൂയ നീ എവിടെ നിന്ന് വരുന്നു? ദൈവം ചോദിക്കണം, ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു? അതിനെക്കുറിച്ച് നമ്മൾ വായിക്കും. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ആകാറെ നീ എവിടെ നിന്ന് ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് അവന് ഉൽപ്പത്തി പുസ്തകം 16-8-9 വാക്യം വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ സാറയോട് ഉള്ള ബന്ധത്തിന് ചോദിക്കുക, നിന്റെ ഭാര്യ സാറ എവിടെ? ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ, ലോകത്തിലുള്ള ഓരോ മനുഷ്യനെയും ദൈവം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ കാണുമോ, ദൈവം നമ്മെ അറിയോ, ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്താഗതികൾ നമ്മുടെ ഉള്ളിൽ വരാം. എന്നാൽ ദൈവത്തിന്റെ ആദ്യം ദൈവം സൃഷ്ടിച്ച ആദം ഹവ്വ ദമ്പതിമാരെ അവർ പാപം ചെയ്ത് ദൈവസന്നിധിയിലോ മരങ്ങൾക്കിടയിൽ ഒളിച്ചപ്പോൾ അവരെ അന്വേഷിച്ച് വന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഈ ലോകത്തിലുള്ള 800 കോടി ജനത്തിന്റെയും പേരും വീട്ടുപേരും അവൻ താമസിക്കുന്ന സ്ഥലം, അവന്റെ വിവരങ്ങളെല്ലാം അറിയാവുന്നവരാണ് യഹോവയായ ദൈവം. ഏത് രാജ്യക്കാരനായിരുന്നാലും, ഏത് ഭാഷക്കാരനായിരുന്നാലും, ഏത് സംസ്കാരത്തിലുള്ളവനായിരുന്നാലും, ഇനിയും ലോകവുമായിട്ട് പുറലോകമായി യാതൊരു ബന്ധമില്ലാതെ വനാന്തരങ്ങളിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്ന പോലും അവരെയും ദൈവം അറിയുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവം എല്ലാവരും ചോദിക്കുക, നിന്റെ ആദാമേ, അല്ലെ മനുഷ്യൻ നീ എവിടെ? ഹാഗറേ നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? നിന്റെ ഭാര്യ സാറ എവിടെ നിന്ന് ചോദിച്ചു? നിങ്ങളെ ഓരോരുത്തരോടും ദൈവം അങ്ങനെ ചോദിക്കുക. നമ്മൾ അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. ഹല്ലേലൂയ. ലോകത്തിൽ നമുക്ക് ആരുടെയും കണ്ണിദൃഷ്ടിയിൽ മറഞ്ഞിരിക്കാം. ആമീൻ. വീട്ടുകാരുടെ കണ്ണിദൃഷ്ടിയിൽ മറഞ്ഞിരിക്കാം. നമ്മുടെ സഹോദരങ്ങളുടെ, ബന്ധുക്കളുടെ, മിത്രങ്ങളുടെ, കൂട്ടുകാരുടെ, അധികാരികളുടെ, നിയമത്തിന്റെ എല്ലാവരും കണ്ണുകൾക്ക് മുമ്പിൽ നമുക്ക് മറഞ്ഞിരിക്കാൻ പറ്റും. എന്നാൽ നമ്മെ സൃഷ്ടിച്ച യഹോവയായ ദൈവത്തിന്റെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരിക്കലും മറഞ്ഞിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പൗലൂസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 4:13, അവന്റെ കണ്ണിനെല്ലാം നഗ്നവും മലർന്നുമായി കിടക്കുന്ന, അവന് മറഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല, അവരുമായിട്ടാകും നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിതരാണ്, ദൈവം നമ്മോട് എപ്പോഴും ചോദിക്കും, നീ എവിടെ എന്നുള്ളതാണ്. പ്രൈസലോ. നീ എവിടെയെന്ന് കർത്താവ് നിന്നോട് ചോദിക്കുമ്പോൾ നിനക്ക് ലജ്ജ കൂടാതെ, മടി കൂടാതെ, ഭയം കൂടാതെ നിനക്ക് പറയുവാൻ കഴിയണം നീ എവിടെയാണെന്ന്. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യന്റെ വിചാരം മുഴുവൻ, മനുഷ്യന്റെ ചിന്തകൾ മുഴുവൻ, മനുഷ്യന്റെ പ്രവൃത്തി മുഴുവൻ ദോഷമുള്ളതായതുകൊണ്ട് അവർ ദൈവത്തെ അറിയാതെ ദൈവഹിതമല്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും മനുഷ്യൻ ഒളിസങ്കേതത്തിൽ എന്ന് പറഞ്ഞ പോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. രക്തം ചെയ്യും. എന്നാൽ നീ ഏത് ഒളിസങ്കേതത്തിൽ പോയി താമസിച്ചാലും നിന്നെ അവിടെ തേടിയെത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന, നീ എവിടെ എന്നൊരു ചോദ്യം എപ്പോഴും ദൈവം നിന്റെ കാതുകളിൽ എത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നിന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആത്മീയ നില എങ്ങനെയെന്ന് സൂക്ഷ്മതയോടെ ദർശിക്കുന്നവർ യേശുവാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ തന്നെ എൻ്റെ അടക്കമുള്ള ആത്മീയ നിലവാരം, ആത്മീയ ജീവിതം ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ എങ്ങനെയാണോ, ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെയാണോ വചനത്തിന് അധിഷ്ഠിതമായ
വചനത്തെ അനുസരിച്ച് വചനത്തിലെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്ന ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു അനുഭവത്തിലാണോ എന്നറിയാൻ വേണ്ടി ഹല്ലേലൂയ നമ്മുടെ കർത്താവ് 24 മണിക്കൂറും നമ്മെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെയൊക്കെ നമുക്ക് ഈ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകാം, ഹല്ലേലൂയ. പക്ഷെ സ്വർഗരാജ്യത്തിൽ തട്ടിമുട്ടി പോകാൻ പറ്റത്തില്ല. ഞാൻ പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ ദൈവമക്കൾ ശക്തമായി ശുശ്രൂഷയിൽ നിൽക്കുന്നവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, എങ്ങനെയുണ്ട് പാസ്റ്റർ അങ്ങ് തട്ടിയും മുട്ടിയും പോകുന്നെന്ന്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അത് മനസ്സിലാകാത്ത പക്ഷേ തട്ടിയും മുട്ടിയും പോകുന്ന പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പരിപാടി ഈ റേഡിയോയിലോ ടി വിയിലോ പണ്ടൊക്കെ ഞാൻ കേട്ടതുപോലെ എനിക്കൊരു ഓർമ്മയിലുണ്ട്. ഇപ്പൊ അങ്ങനത്തെ കേൾക്കാത്തൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തട്ടിയും മുട്ടിയും പോകാന്നൊക്കെ പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കുള്ളതല്ല, അത് അവരുടെ സ്വഭാവവുമല്ല. അത് വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത, കർത്താവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കാത്ത ആമേൻ ഉള്ള വ്യക്തികൾക്കാണ് ജഡത്തിലെ ആത്മാവിലെ കൺവെർഷൻ നീക്കിക്കളയാതെ അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് തട്ടിയും മുട്ടിയും പോകാൻ പറ്റത്തുള്ളൂ. കാരണം എവിടെ വേണമെങ്കിലും തട്ടാം, എവിടെ വേണമെങ്കിലും പൊട്ടാം. ഹല്ലേലൂയ. എന്നൊരു വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് വരെ സംബന്ധിച്ച് പറയുമ്പോൾ നീ തട്ടിയും മുട്ടി അല്ല പോകേണ്ടത്, നീ ദൈവത്തോട് ചേർന്നിരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ ഉയർത്തും, അവന്റെ നാമത്തെ ഇറങ്ങിയാൽ ഞാൻ വിടിവിക്കുന്ന 91 സംഖ്യത്ത് വായിക്കുന്നുണ്ടല്ലോ. നീ തട്ടിയും മുട്ടിയും ജീവിക്കുന്ന നീ അത്യുന്നതന്റെ മറവിൽ വസിക്കേണ്ടവനാ. അത്യുന്നതന്റെ മറവിൽ വസിക്കേണ്ടവനാണ്. സർവശക്തൻ നിഴലിൽ പാർക്കേണ്ടവനാണ്. നീ യഹോവയെ കുറിച്ച് സംസാരിക്കണം. യഹോവയെ കുറിച്ച് നീ മറ്റുള്ളവർ പറയണം. അവൻ എന്റെ ദൈവമാണ്, അവന്റെ സങ്കേതമാണ്, അവന്റെ കോട്ടയമാണ്, ഞാൻ ആശ്രയിക്കുന്ന ദൈവമാണെന്ന് നിനക്ക് ധൈര്യത്തോടു കൂടി പറയുവാൻ കഴിയണം. അതാണ് ദൈവം നിന്നെ 24 മണിക്കൂർ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ആദാമേ നീ എവിടെ, ഹാഗരെ നീ എവിടെ നിന്ന് ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നു, നിന്റെ ഭാര്യയായ സാറ എവിടെ എന്നൊക്കെ ചോദിച്ചതുപോലെ നിന്റെ വീട്ടിലെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വായിച്ച വചനത്തിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? അവർ അവനോട് നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ അവർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നിലധികം പേരുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപഠിതാക്കളുടെ പഠനത്തിലൂടെ ചരിത്രം അവർ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുക, അബ്രഹാമിനെ സന്ദർശിച്ച 3 ഒരാൾ ദൈവവും മറ്റ് 2 പേര് ദൈവദൂതന്മാരുമായിരുന്നു എന്നുള്ളതാണ് ഹല്ലേലൂയ കാണാൻ കഴിയുന്നത്. അപ്പൊ അബ്രഹാമിന്റെ ഊഷ്മളമായ അതിഥി സൽക്കാരത്തിന്റെ മഹനീയമായ മാതൃക ഇവിടെ വ്യക്തമാക്കിയാണ്. അപ്പൊ നമ്മൾ ഉൽപ്പത്തി 18 വായിക്കുന്നതാണ്, അബ്രഹാമിന്റെ വീട്ടിൽ വരുന്ന ആളുകളും അബ്രഹാം വരെ വളരെ ഊഷ്മളമായ രീതിയിൽ അവരെ സ്വീകരിച്ച് അവർക്ക് അതിഥി സൽക്കാരം ചെയ്യുന്നത് കാണാൻ കഴിയും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് എബ്രായങ്ങൾ വായിക്കുമ്പോൾ അതിഥി സൽക്കാരം മറക്കരുത് നമുക്ക് ഒരാലോചന കൂടെ പൗലോസ് തരാൻ കാരണമായി തീർന്നത്. ഹല്ലേലൂയ. അപ്പൊ തിരുവചനം പറഞ്ഞ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അതൊരർത്ഥമായി തീർന്നു. അതിഥി സൽക്കാരം മറക്കരുതെന്ന് അബ്രഹാമിന്റെ ജീവിതത്തിൽ അതൊക്കെ ഏറ്റവും ആദ്യം വെളിപ്പെടുന്നത് കേട്ടോ. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കും, ദൈവത്തിന് കൊടുക്കുന്നവനെ 1000 മടങ്ങ് ദൈവം അനുഗ്രഹിക്കുന്നതാണ്. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന ദൈവത്തെ ദൂതന്മാരെ സൽക്കരിച്ച അബ്രഹാമിന് ദൈവം 1000 മടങ്ങ് തലമുറയെ കൊടുത്തു. അല്ലെങ്കിൽ തലമുറകൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. 1000 മടങ്ങ് തലമുറകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ അബ്രഹാമിന് കൊടുത്തത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, നിന്റെ മക്കൾ ഭൂമിയിലെ പൊടി പോലെയാകും, കടൽത്തല് മണൽത്തരി പോലെയാകും, ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയാകും. അപ്പം ദൈവത്തിന് അതിഥി സൽക്കാരം അഥവാ നീ ദൈവത്തിന് കൊടുത്താൽ നിന്റെ കുടുംബത്തെ ദൈവം അങ്ങ് അനുഗ്രഹിക്കും. അല്ലേരി. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലേരി അബ്രഹാമിനും സാറയ്ക്കും വിലമതിക്കാനാവാത്ത പ്രതിഫലമാണ് ദൈവം നൽകിയത്. അല്ലേരി. ഒരു അതിഥി സൽക്കാരം കൊണ്ട് കിട്ടിയതെന്തോ അബ്രഹാമിനും സാറയ്ക്കും വിലമതിക്കാനാവാത്ത അല്ലേരിയ ഒരു വലിയ സമ്മാനമാണ്, വലിയ പ്രതിഫലമാണ് ദൈവം നൽകിയത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ നിന്റെ ഭവനത്തിലേക്ക് അബ്രഹാമിന്റെ വീട്ടിൽ ദൈവദൂതന്മാരും വന്നപ്പോൾ അബ്രഹാം ഊഷ്മളമായ രീതിയിൽ അവരെ അതിഥി സൽക്കാരം ചെയ്ത് സ്വീകരിച്ച അബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വലിയ പ്രതിഫലം പ്രാപിച്ചതും നിന്റെ വീട്ടിലേക്ക് ദൈവത്തിന്റെ ദാസന്മാർ വരുമ്പോൾ നീ അവരെ ആട്ടി ഓടിക്കരുത്, കഥ കൂട്ടി അടയ്ക്കരുത്, അവരെ കാണുമ്പോൾ നീ പിറുവിറുക്കരുത്, അവരെ കാണുമ്പോൾ അയ്യോ വന്നു എന്ന് പറയരുത്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ നിനക്ക് അനുഗ്രഹം തടസ്സപ്പെടുത്തും. ഞാൻ ഈ ദേശത്ത് പ്രവർത്തിക്കാൻ വന്നപ്പോൾ ചില ദൈവദാസന്മാരോടൊപ്പം ചേർന്ന് ചില ഭവനങ്ങളിൽ പോയി.
അപ്പൊ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ദേശം പരിചയമൊന്നുമില്ലല്ലോ. അപ്പൊ എന്നെ കൂട്ടിക്കൊണ്ട് പോയതാ, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി. അത് കുന്നംകുളത്താ കേട്ടോ. അങ്ങനെ ചെന്ന് എന്നെ കൊണ്ടുപോയി ദേവദാസന്റെ കൂടെ ഞാനൊരു വീട്ടിൽ ചെന്നു. എന്നെ അവിടെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോയതാ. എന്നെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ദൂരമേ ഈ ദേവദാസന്റെ കൂടെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേ അവര് ചിന്തിച്ചു മാസപ്പടിക്ക് വരികയായിരിക്കും അല്ലെങ്കിൽ അവരെ എന്നെ ഒന്ന് പരിചയപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് ഒരു ചായ തന്നു, വെള്ളം തന്നു. ഞാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ വെള്ളമൊക്കെ കുടിച്ച് എന്നോട് ഈ പാസ് എവിടെ? ഞാൻ പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തോട് വർക്ക് ചെയ്യാൻ വന്നതാ. എവിടെ സാറേ? ഞാൻ പറഞ്ഞ എന്റെ നാട് വാന്നിയാ. ഇവിടെ വന്നിട്ട് ഒരു മാസമൊക്കെ ആയുള്ളൂ വർക്ക് ചെയ്യാൻ വന്നപ്പോൾ. ഇവിടെ വന്നപ്പോൾ സണ്ണി പാസ് എന്നെ പരിചയപ്പെടുത്താൻ കൊടുത്തു. അപ്പോൾ അവര് പറയാം എന്റെ പാസ്സേ മാസപ്പടിക്ക് വേണ്ടിയാ പാസ് വരും. ഞാൻ പാസ് വരുന്നതാണോ എന്നാണ് ഞങ്ങൾ നോക്കിയിരുന്നതെന്ന്. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. അപ്പൊ ചിലരുടെ ചിന്ത എന്തോ അത് വീട്ടിലേക്ക് ദൈവദാസന്മാർ വരുമ്പോൾ മാസപ്പടി വരുന്നത്. ഇനി അങ്ങനെ വരുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ പോയിട്ടില്ല, പോകാറുമില്ല. അപ്പൊ നമുക്ക് ഈ മാസപ്പടി എന്ന് പറയുന്നൊന്നുമില്ല. നമ്മളൊരു വീട്ടിൽ ചെന്ന് ദൂഷണം അറിയിക്കാനാണ്. അബ്രഹാമിന്റെ വീട്ടിലേക്ക് ദൈവവും ദൂതന്മാരും വന്നത് മാസപ്പടി വാങ്ങാനല്ല, അങ്ങോട്ട് കൊടുക്കാനാ. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനല്ല, മാസപ്പടി വാങ്ങിക്കൊണ്ട് പോകാനല്ല, പിരിവെടുക്കാൻ വന്നതല്ല. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ദശാംശം സ്തോത്രം കാണിച്ച് കണക്ക് പറഞ്ഞ് മാസപ്പടി കണക്ക് പറഞ്ഞ് വാങ്ങാൻ ആ വിദേശത്ത് മക്കളെല്ലാം വന്നു. അവരെല്ലാം പോയി. അവർ വന്നിട്ട് എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ കൊണ്ടുവന്നു, അവർ എന്തെല്ലാം ചെയ്തു, ഇതൊന്നും ചോദിക്കാനല്ല അബ്രഹാമിന്റെ വീട്ടിലേക്ക് ദൂതന്മാർ പോയത്, ദൈവം പോയത് അബ്രഹാമിനെ അവന്റെ ഭവനത്തെ അനുഗ്രഹിപ്പാനാണ്. അല്ലേലിയ. നമ്മൾ പോകുന്നതും അവർ പോകുന്നതും രണ്ടും രണ്ടാ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നമ്മൾ ഏതെങ്കിലും ഭവനത്തിലേക്ക് ചെല്ലുന്നത് മാസപ്പടി വാങ്ങാൻ ചെല്ലരുത്. അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ ചെല്ലരുത്. സുവിശേഷം അറിയിക്കാൻ ചെല്ലണം. ആ കുടുംബത്തിന് അനുഗ്രഹമായി തീരണം. നിന്റെ കാൽ വെക്കുന്ന ദേശം ഞാൻ നിനക്ക് നൽകുന്ന അബ്രഹാമിന് പറഞ്ഞതുപോലെ നീന്റെ കാലൊരു ഭവനത്തിനകത്ത് വെച്ചാൽ ഭവനം അനുഗ്രഹിക്കപ്പെടണം. അപ്പൊ അബ്രഹാമും സാറയും അബ്രഹാമിന്റെ വീട്ടിൽ ചെന്ന ദൂതന്മാരെയും ദൈവത്തെ അതിമനോഹരമായി അലിയ സൽക്കരിച്ചതിന് ഫലമായി വലിയ പ്രതിഫലമാണ് അബ്രഹാമിന് കിട്ടിയതെന്ന് പറയുന്നത്. കാരണം പറയണല്ലോ ഈ പ്രതിഫലമായി കിട്ടിയത് ദൈവം നൽകിയത്. ഒരു വർഷത്തിനകം അല്ലെങ്കിൽ ഒരു ഓമന പുത്രനെ ഞാൻ നിനക്ക് തരുമെന്ന് പറയാം. ഒറ്റ സൽക്കാരം കൊണ്ട് കർത്താവ് പറയാണ്, അടുത്ത ഒരു വർഷത്തിനകം ഞാൻ നിനക്ക് ഒരു ഓമന പുത്രനെ തരും. അല്ലേലിയ. ഒരു ഓമനപുത്രൻ അവർക്ക് നൽകുമെന്ന് പറഞ്ഞു. അല്ലേലിയ. അബ്രഹാമും സാറയും ഒന്ന് ചിരിച്ചത് കേട്ടപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ആവട്ടെ, എന്തെങ്കിലും ദൈവം പറഞ്ഞാൽ ഒന്ന് ചിരിക്കും. അല്ലേ? ഞാനൊരു വീട്ടിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ദൈവത്തിന്റെ ആലോചനയൊക്കെ ഇവിടെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇന്ന് ചിരിക്കുന്നു. അല്ലേ? അപ്പൊ എനിക്ക് അന്നേരം മനസ്സിലായി ഇവളെന്തോ ഓടായിപ്പാന്നെനിക്ക് മനസ്സിലായി. ഇനി നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ പോയാൽ ദൈവമക്കളുടെ വീട്ടിലായാലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദൈവമക്കളുടെ വീട്ടിൽ ശ്രദ്ധിച്ചോണം, എല്ലാവരും പ്രാർത്ഥന ഉൾക്കൊള്ളത്തില്ല, എല്ലാവരും പ്രാർത്ഥന ശ്രദ്ധിക്കത്തില്ല. ഇപ്പോഴത്തെ കാണുന്നത് കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മൊബൈൽ പിടിച്ചുകൊണ്ട് വന്ന് അതിൽ തോട്ടിക്കൊണ്ടായിരിക്കുന്നത്. അതിൽ തോട്ടിക്കൊണ്ട് ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുക. അപ്പം ഈ ചിരിക്കുന്ന ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടാണെങ്കിൽ മൊബൈലിനകത്ത് അശ്ലീലം കണ്ടിട്ടാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇതിപ്പോഴും അങ്ങനത്തെ ആളുകളുണ്ട് കേട്ടോ. എന്തായാലും ഈ അബ്രഹാമും സാറയും ചിരിച്ചത് അതുകൊണ്ടല്ല കേട്ടോ. അബ്രഹാമും സാറയും ചിരിച്ചത് ദൈവദൂതന്മാരുടെ ദൈവത്തിന്റെ വാക്ക് കേട്ട് അടുത്ത വർഷം ഒരു മകനെ തരുമെന്ന് പറയുമ്പോൾ അബ്രഹാമും സാറയും ചിരിക്കാൻ കാരണം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഏകദേശം 99 വയസ്സാകാറായി. സാറയുടെ ജീവിതത്തിൽ 89 വയസ്സാകാറായി. എന്ന് പറഞ്ഞാൽ 89, 99 ആണല്ലോ. ഈ സമയത്ത് ഞങ്ങൾക്കൊരു കുട്ടിയെ കിട്ടുമോ, ഇത് ശരിയാ, അങ്ങനെ ഒരു ചിന്തയാ കേട്ടോ. അല്ലേലൂയ. എന്നാലും അവർ ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അത് നീതിയായി കണക്കിട്ടുമെന്നാണ് റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, അല്ലേലൂയ, നിന്റെ വീട്ടിലേക്ക് ദൈവദാസന്മാർ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിനക്കൊരു അനുഗ്രഹമാകട്ടോ. അല്ലേലൂയ. സ്തോത്രം. അല്ലേലൂയ. ഇന്നത്തെ വിശ്വാസികൾ വീട്ടിൽ പേടിച്ചു വേണം ചെല്ലാൻ. കാരണം മാസപ്പടി വാങ്ങാം. അത് ഒത്തിരി വീട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ പറയും. കാരണം അവരെന്നും ആ ഗതിയിൽ തന്നെയാണ്. അല്ലേലൂയ. നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും കൊട്ടയെന്ന് പറഞ്ഞ് കിടക്കുക. എന്നിട്ട് ഇങ്ങനെ പരാതി പറയും. നിങ്ങൾ നോക്കുക, അബ്രഹാം നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ടയല്ല. അബ്രഹാം നട്ടപ്പോൾ എന്താ ഒരു വീരുന്ന സൽക്കാരം നൽകിയപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ കാലഘട്ടം വരെ, ഞാൻ വരെ, നിങ്ങൾ വരെ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം നിറവേറിക്കൊണ്ടിരിക്കുക. അബ്രഹാമിലൂടെ സകല സന്തതികളെ അനുഗ്രഹിക്കപ്പെടുമെന്ന യഹോവയായി ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പുതിയ നിയമസഭയ്ക്ക് ഞാൻ നിങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ
അപ്പം ദൈവവചനത്തെ നമ്മൾ അങ്ങ് വിശ്വസിക്കണം. അല്ലെങ്കിൽ വീട്ടിൽ കടന്നു വരുന്നവരെ ആക്ഷേപിക്കരുത്. അബ്രഹാമിന്റെ വീട്ടിൽ കടന്നു വന്ന യഹോവയായ ദൈവത്തെ ദൂതന്മാരെ അബ്രഹാം ആക്ഷേപിച്ചിരുന്നെങ്കിൽ, അധിക്ഷേപിച്ചിരുന്നെങ്കിൽ അതിന്റെ സ്ഥിതി എന്തായേനെ? എല്ലാവരും ഒന്ന് ചിന്തിക്കണം. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എനിക്ക് തോന്നി കേട്ടോ. അല്ലെങ്കിൽ അപ്പൊ കുഞ്ഞ് ജനിച്ചപ്പോൾ ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക് എന്നതിന്റെ പേരിട്ടു. അബ്രഹാം സാറയോട് ചിരിച്ചെങ്കിലും അബ്രഹാമിനോട് സാറയോടും പറഞ്ഞ പോലെ തന്നെ ദൈവം ആ വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസഹാക്കിനെ കൊടുത്തപ്പോൾ അവന് ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക് എന്ന പേരിട്ടത്. അല്ലേ ഏലിയ? അപ്പം ദൈവത്തിന്റെ പദ്ധതികൾ എത്ര അല്ലേ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഒരുപക്ഷെ ഒരു ദൈവദാസൻ നിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നത് വരുന്നത് ദൈവ നിയോഗമായിരിക്കും. നിന്റെ താഴ്ചയിൽ, നിന്റെ പ്രയാസത്തിന്റെ കഷ്ടതയിൽ, നിന്റെ സങ്കടത്തിന്റെ കണ്ണുനീരിൽ, നീ കടന്നു പോകുന്ന മാനസികമായ സംഘർഷങ്ങളുടെ അടിയിൽ അല്ലേലിയ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നീ ഭാരപ്പെട്ട് മനക്കലങ്ങി ഇരിക്കുകയാണോ? അല്ലേലിയ അതിന്റെ നടിയിൽ ഒരു അനുഗ്രഹമായിട്ടായിരിക്കും അല്ലേലിയ ഒരുപക്ഷെ ഒരു ദൈവത്തിന്റെ ദാസനോ ദാസിയോ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. പ്രൈസറോ അല്ലേലിയ. കഴിഞ്ഞൊരു ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസി എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വരുമോ? ഞാൻ പറഞ്ഞു, എനിക്കെന്താ വരുന്നതിന്, എനിക്കൊരു കുഴപ്പമില്ല. പാസ്റ്റർക്ക് എപ്പോഴും സമയം? ഞാൻ പറഞ്ഞു, എനിക്ക് എപ്പോഴും സമയമാണ്. എനിക്കങ്ങനെ തിരക്കുള്ള ആളൊന്നുമില്ല. എല്ലാ സമയത്തും എനിക്ക് സമയമുണ്ട്. അത് നമ്മളെ തിരക്ക് പറയാൻ പാടില്ല ആരോടും. നമുക്ക് അത്യാവശ്യങ്ങളൊക്കെ കാണും, നമുക്ക് ഒരുപാട് തിരക്കൊക്കെ കാണും. അത് നമ്മളെ ഒരാൾ വീട്ടിലേക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ, നമ്മളെ അവരുടെ സങ്കടം ഒന്ന് പറയാൻ, അവരുടെ ദുഃഖം പറയാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ, അയ്യോ എനിക്ക് ഒരുപാട് തിരക്കുണ്ട്, ഇന്ന് വരാൻ പറ്റത്തില്ല, നാളെ വരാൻ പറ്റത്തില്ല, ഞാൻ പറയാം കേട്ടോ, എനിക്ക് സമയം കിട്ടും. അങ്ങനല്ല. നിന്റെ വീട്ടിൽ ഒരാളുടെ വീട്ടിലേക്ക് വിളിച്ചാൽ, ഒരാൾ നിങ്ങളെ ക്ഷണിച്ചാൽ, നിങ്ങൾ തിരക്ക് പറയാൻ സന്തോഷത്തോടെ ചെല്ലണം. അല്ലേ ഏലിയ? നിങ്ങൾ ആ ഭവനത്തിൽ കടന്നു നിന്ന് പ്രാർത്ഥിച്ചാൽ വിടലുണ്ടെന്നുള്ള അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങളെ അവർ വിളിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വരാം, മാസ്റ്റർ ഇപ്പം വരും, നിങ്ങൾ അവിടെ ചെല്ലുന്ന ഞാൻ അവിടെ വന്നിരിക്കും. അല്ലേ ഏലിയ? എന്തിനാണ് നമ്മൾ മാറ്റിവെക്കുന്നത്? ആ കുടുംബത്തിന്റെ വിടുതൽ ഒരു പക്ഷെ ആ സമയത്തായിരിക്കും. അല്ലേ ഏലിയ? നാളേക്ക് മാറ്റി വെക്കരുത്. നാളത്തേക്കുള്ളതൊന്നും നമുക്കുള്ളതല്ല. ഞാൻ പറയാ സൗകര്യം നാളെ വരാം എന്ന് പറഞ്ഞാൽ, നാളെ ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലോ? അല്ലേ? നാളെ ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ നാളെ എനിക്ക് വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞു പോയാൽ ആ സൗകര്യം പറഞ്ഞാൽ, ഇന്നലെ ഞാൻ ആ പാസ്റ്റർ ഒന്ന് വിളിച്ചതാ, ഞങ്ങളുടെ വീട്ടിലേക്ക് ആ പാസ്റ്റർ ഒന്നും വന്നില്ല എന്ന് പറയലേക്കാൾ ഉപരി ലഭിച്ച ശുശ്രൂഷകൾ കൃത്യസമയത്ത് തന്നെ ചെയ്തോണം. അല്ലേറിയ അതുകൊണ്ട് സമയം തക്കത്തിൽ ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് എഫെസ്യർ ലേഖനം 5:14 വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമയമൊന്നും നമ്മുടെ മുമ്പിൽ നിൽക്കത്തില്ല. സമയം നമ്മൾ പറയുന്ന പോലെ നിൽക്കുന്ന സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിങ്ങനെ ശീഘ്രം പോയിക്കൊണ്ടിരിക്കും. അതിന്റെ നടുവിൽ നമ്മളും അതിവേഗത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാനങ്ങ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ സദസ്യഭാഗം 25:15 വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ദൈവസനിൽ പറയുന്ന വാക്കുകൾ, തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ, അതൊരു വെള്ളിത്താലത്തിൽ പൊന്നാനങ്ങ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. അബ്രഹാമിന്റെ വീട്ടിൽ സാറയുടെ വരികയിൽ ആമേൻ ദൈവവും ദൂതന്മാരും ചെന്നിട്ട് പറഞ്ഞ അടുത്ത വർഷം ഞാൻ നിനക്കൊരു സന്തതിയെ തരും എന്ന് പറഞ്ഞ വാക്ക്, ആമേ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാനങ്ങ എന്ന് പറഞ്ഞ പോലെ ആ വചനം അബ്രഹാമിന്റെ ജീവിതത്തിൽ നിറവേറിയെന്നേ. അല്ലേ ഏലിയ? അപ്പൊ ഞാൻ ഈ വചനമൊക്കെ വാങ്ങി ഇതെല്ലാം എന്നോടും കൂടെ ആണല്ലോ ദൈവാത്മാവ് പറയുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. അല്ലേ ഏലിയ? എനിക്ക് ദൈവത്തെ അവിശ്വാസമില്ല. ദൈവത്തെ ഒരിക്കലും ഞാൻ അവിശ്വാസത്തോട് കാണത്തില്ല. പറഞ്ഞതാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ വാക്ക് മാറും, നിങ്ങൾ പറഞ്ഞ വാക്ക് മാറും, പക്ഷെ എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. അതുകൊണ്ടാണ് യഹോവയായി ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളിൽ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നുണ്ട്. മലാഖി 3:6 വായിച്ച കാണാൻ കഴിയും. അത് നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ട് നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറുക തന്നെ ചെയ്യും. അല്ലേ ഏലിയ? ചിലരുടെയൊക്കെ ചിന്ത എന്താണ്? ദൂത് പറഞ്ഞ അപ്പോൾ തന്നെ നിറവേറണം. ആ ദൂത് കേട്ടാൽ അവർ ദിവസം എണ്ണിക്കൊണ്ടിരിക്കുക. ആ ദിവസം എണ്ണി ദൂത് നിറവേറുന്നില്ലെങ്കിൽ അവരപ്പോൾ തന്നെ വിളിക്കും, എൻ്റെ പാസ്റ്ററെ അന്ന് പറഞ്ഞ ദൂത് നിറവേറിയില്ലല്ലോ. അങ്ങനെയല്ല ശ്രോതാവേ. അബ്രഹാമിനോട് ദൈവം ഒരു ദൂത് പറഞ്ഞത് 75 വയസ്സുള്ളപ്പോഴാണ്.
അല്ലെങ്കിൽ 75-ാമത്തെ വയസ്സിൽ കൽദയ പട്ടണമായി ഊരിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞ ദൂതിന് വേണ്ടി അബ്രഹാം കഴിഞ്ഞ നീണ്ട 25 വർഷം കാത്തിരുന്നെങ്കിൽ 75 വയസ്സിൽ കേട്ട ദൂത് 100-ാമത്തെ വയസ്സിൽ നിറവേറുന്നെങ്കിൽ എന്നെ നിങ്ങളെ വിളിച്ച ദൈവം ഒരു ദൂത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാലം 25 വർഷം നോക്കിയിരിക്കേണ്ട, അതിനു മുമ്പ് നിറവേറും. പക്ഷേ അവിശ്വസിക്കരുത്, വിശ്വസിക്കാൻ മാത്രം ചെയ്യാന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ എവിടെ അവിശ്വസിക്കുന്നു അവിടെ നമ്മുടെ പരാജയം ആരംഭിക്കും. വിശ്വാസത്താൽ ദൂതുകൾ ഏറ്റെടുക്കാൻ കഴിയാത്ത നിലവാരത്തിൽ, അല്ലേലിയ, വിശ്വാസത്തിൽ ദൂതന്റെ ജീവിതത്തിൽ വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്ത നിലയിൽ, അല്ലേലിയ, സാത്താൻ അവിശ്വാസം നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരും. അങ്ങനെ സാത്താൻ നിന്റെ ഹൃദയത്തിനകത്ത് അവിശ്വാസം കൊണ്ടുവരുമ്പോൾ അതിനെ ശാസിച്ച് പുറത്താക്കാനുള്ള അധികാരം നിനക്കൊണ്ട് അഭിഷേകമുണ്ട്. അതിനാണ് ദൈവം നിനക്ക് അധികാരവും അഭിഷേകം തന്നിരിക്കുന്നത്. അബ്രഹാമിന് കൊടുക്കാത്ത ചില കൃപകൾ കൂടി ദൈവം ഈ കാലഘട്ടം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ വിശ്വാസത്തെ ക്ഷീണിച്ചു പോകരുത്. അല്ലയ്യ, സാധാരണയായി ലോകത്തിൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോവുകയാണ്. ഈ കാണുന്ന ലോകത്തിൽ മനുഷ്യനെല്ലാം ദൈവത്തെ അന്വേഷിച്ചു പോവുകയാണ്. നമുക്കറിയാം, ദൈവത്തെ അന്വേഷിച്ച് ഈ ലോകത്തിലുള്ള സകല മനുഷ്യൻ സകല ലോകരാജ്യങ്ങളിലും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ദൈവത്തെ അന്വേഷിച്ച് നടന്ന് ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല. എന്നാൽ നല്ല 40 ദിവസം അല്ലെങ്കിൽ അതിനുവേണ്ടി വ്രതമെടുക്കുന്നു. ചിലര് 3 ദിവസം, ചിലര് 7 ദിവസം, ചിലര് അല്ലെങ്കിൽ 14 ദിവസം, ചിലർ 21, 40, ചിലര് 50 ദിവസം വരെ വ്രതമെടുക്കുന്നുണ്ട്. എന്തിനാ? ദൈവത്തെ കാണുവാൻ വേണ്ടി. ഇത്രയൊക്കെ വ്രതമെടുത്തിട്ടും അല്ലെങ്കിൽ ദൈവത്തെ കണ്ടില്ല. ചിലരൊക്കെ മലകൾ കയറി നോക്കുന്നു, മലയിലുണ്ടോ? ചിലർക്ക് മലയുടെ അടിവാരത്ത് പോയി നോക്കും. ചിലർക്ക് പുണ്യ നദികളെ സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ ചിലരൊക്കെ അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ അങ്ങ് ദൂരദേശത്തേക്ക് വിദൂരദേശത്തേക്കൊക്കെ പോകും. വേണമെങ്കിൽ അങ്ങ് യെരുശലേമിൽ വരെ ചെന്ന് യെരുശലേമിന്റെ മതിലെ തലമുട്ടിയൊക്കെ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ വേണ യോർദാനിലെ യേശു സ്നാനപ്പെട്ട സ്ഥലത്തും ഗലീലയും അങ്ങ് ബേത്ലഹേമിലൊക്കെ ചെല്ലും. ദൈവത്തെ അന്വേഷിച്ച് പോകുന്നത്. പക്ഷെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ എന്റെ ചിന്ത അങ്ങനല്ല. ദൈവത്തെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അവൻ നമ്മെ അന്വേഷിച്ച് വരുന്നവനാണ്. നമ്മൾക്ക് ആശുണ്ടെങ്കിൽ സ്ഥലമൊക്കെ, ഈ പുണ്യ സ്ഥലങ്ങളൊക്കെ അല്ലെങ്കിൽ തീർത്ഥാടനത്തിൽ ടൂർ പോകുന്നവരൊക്കെ പോയി കണ്ടോണം. പക്ഷെ ദൈവത്തെ അന്വേഷിച്ച് പോകരുത്. കർത്താവ് കാണാതെ പോയിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്നാണ് ലൂക്കോസ് 19:10. അപ്പൊ കാണാതെ പോയത്, ദൈവഭവനത്തിൽ കാണാതെ പോയത്, ദൈവസഭയിൽ നിന്ന് കാണാതെ പോയി, ദൈവത്തിനെ കാണാതെ പോയ, പാപത്തിൽ വീണുപോയി, ശാപത്തിൽ വീണുപോയി, അന്ധകാരത്തിൽ വീണുപോയി, മദ്യത്തിന് മയക്കുവിന്, ലോകത്തെ ജഡിക വ്യഭിചാര ദുഷ്കാമ പ്രവർത്തികൾ വീണ് വലഞ്ഞു പോയ സകല ജനത്തെയും തേടിയെത്തിയവനാണ് അവൻ. കാണാതെ പോയ തിരഞ്ഞു വരുന്നവനാണ്. അല്ലേലിയ, നമ്മുടെ കർത്താവിന്റെ സക്കായുള്ള പദ്ധതി കാണാൻ കഴിയും. അപ്പം കർത്താവ് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല. നമ്മൾ യോഹന്നാന്റെ 15:16 വായിച്ചാൽ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അല്ലേലിയ, എന്തിനാണ് നമ്മളെ നിങ്ങൾ പോയി ഫലം കായ്ക്കണം. നമ്മൾ പോയിട്ട് ഫലം കായ്ക്കണം. അല്ലേലിയ, അത് നമ്മളെ ഇങ്ങോട്ട് വന്ന് തെരഞ്ഞെടുക്കുന്നത്, ഇങ്ങോട്ട് നമ്മുടെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ അറിയുന്നു വന്ന് കാണുന്നവൻ, നിങ്ങളുടെ സ്ഥിതികൾ മുഴുവൻ അറിയുന്നവൻ, നിങ്ങളുടെ സാഹചര്യം അറിയുന്നവൻ, നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ, കണ്ണുനീരുകൾ, വേദനകൾ, നിന്റെ കുടുംബത്തിന്റെ സകല ചരിത്രങ്ങളും അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അവൻ നിന്നെ തേടി വരുന്നവനാ. അതെ, ഇന്ന് പകൽ നിന്റെ ഭവനത്തിലേക്ക് യേശു നിന്നെ തേടി വരുമ്പോൾ നീ അവിടെ ഉണ്ടാകുമോ? അല്ലേലിയ, നിന്റെ ഭവനത്തിലേക്ക് യേശു നിന്നെ തേടി വരുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കട്ടെ ശ്രോതാവേ, നീ അവിടെ ഉണ്ടാകുമോ? അല്ലേലിയ, മനുഷ്യ നീ എവിടെ എന്ന് ചോദിച്ചതുപോലെ, ഹാഗറി നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു ചോദിച്ച പോലെ, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ച പോലെ, നിന്റെ വീട്ടിലും കർത്താവ് വരുമ്പോൾ നീ അവിടെ കാണുമോ? അല്ലേലിയ, രക്തം ചെയ്യും. നീ അവിടെ ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെടും. അല്ലേലിയ, സ്തോത്രം. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അല്ലെ കഥ കടച്ചിട്ട് ഇവിടെ ഇല്ല എന്ന് ആരോടും പറയരുത്. രക്തം ചെയ്യും. അത് തന്നെ ഒരു ശാപമാകട്ടോ. അല്ലേലിയ, അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, അല്ലേലിയ, നമ്മൾ സ്തോത്രം അല്ലെ യേശു കാണാതെ പോയിനെ തിരഞ്ഞു രക്ഷിക്കുന്നവനാണ്. പാപിയെ പരിശുദ്ധനാക്കി മാറ്റുന്നവനാണ്. അല്ലേലിയ, മനുഷ്യനെ അന്വേഷിച്ച് വന്നവനാണ്. കാണാതെ പോയവനെ തിരഞ്ഞു രക്ഷിക്കുന്നവൻ, പാപത്തെ വെറുക്കുന്നവൻ, പാപിയെ അന്വേഷിച്ച് വരുന്നവൻ. അല്ലേലൂയ, നമ്മെ ക്രിസ്തുവിലേക്ക് നടത്തുന്നവൻ, നിത്യതയെക്കുറിച്ച് നമുക്ക് ബോധ്യം, നിത്യതയിലേക്ക് നമ്മെ നടത്തുന്നവൻ, സ്വർഗീയ പരദീസയുടെ വാതിൽ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നവനാണ് യേശു. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സാധാമേ, നീ എവിടെ?
അല്ലേരിയ. ഇന്ന് ചോദിക്കുക, ആദാമേ നീ എവിടെ? എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ദൈവം ചോദിക്കുക, മനുഷ്യ ആദാമേ നീ എവിടെ? സഹോദരിമാര് ചോദിക്കുക, ഹാഗരി നീ എവിടെ നിന്ന് ഇത് എവിടേക്ക് പോകുന്നു? ആമേൻ ആമേൻ. സഹോദരന്മാര് വീണ്ടും ദൈവം ചോദിക്കുക, സാറ എവിടെ? സഹോദരി നീ എവിടെയാ? ലേരിയ രക്തജയം. ഇവിടെ ദൈവത്തിന് കുറച്ച് പ്രാധാന്യമൊക്കെ കൊടുക്കണം കേട്ടോ. ലേരിയ, നിങ്ങൾ ദൈവത്തെ തപ്പി നടന്ന് നിങ്ങൾ ക്ഷീണിച്ച് നിങ്ങളുടെ കാലിൽ തേയണ്ട. അല്ലേരിയ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന അല്ലേരിയ ആമൻ ജനത്തെ 40 വർഷം അല്ലേരിയ മരുഭൂമിയിൽ പോറ്റിയ ഒരു ദൈവമുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവർ കൂടാരം നീട്ടി മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞയും അവരുടെ കൂടാരത്തിനുള്ളിൽ അവർ കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്ന കാണപ്പക്ഷിയെയും അവർക്ക് കുടിപ്പാൻ ഇഷ്ടം പോലെ നീരുറവും കൊടുത്തൊരു ദൈവമുണ്ട്. അവരുടെ കാലിൽ ചെരുപ്പ് തേഞ്ഞില്ല, വസ്ത്രം ജീർണിച്ചു പോലെ ഒരു ശരീരം സൂക്ഷിച്ചില്ല. അവരാർക്കും ഒന്നും സംഭവിക്കാതെ ആമൻ വാഗ്ദത്ത കനാന്റെ അതിരിലെത്തുവോളം മന്ന കൊടുത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്, ആ ദൈവത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ അവൻ നമ്മുടെ അരിയിലേക്ക് ഇറങ്ങി വരുന്നവനാ. അല്ലേരിയ. അപ്പം ദൈവത്തെങ്കിൽ നിന്നും ഒളിച്ചുകൊണ്ട് അല്ലേരിയ വൃക്ഷങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണോ നിങ്ങൾ? ആദമിനെ പോലെ ദൈവത്തിന് ഒളിച്ചിട്ട് വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണോ? അല്ലേലിയ. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഞാനൊന്നുകൂടെ ആവർത്തിക്കാം, ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറയുമല്ലോ, ബ്രാഹ്മൺ സുവിശേഷമൊക്കെ പറഞ്ഞ് അവരുമായിട്ട് സന്തോഷിച്ച് നമ്മൾ പോരാൻ നേരത്ത് പ്രാർത്ഥിക്കാമെന്ന് പറയുമല്ലോ. പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട് വീട്ടിൽ സഹോദരിമാരും മക്കളും അപ്പനും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ വരുന്ന കൂട്ടത്തിൽ ഈ ചിലരൊക്കെ മാത്രമേ മുമ്പോട്ട് വരത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെയും അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുക. ഒന്നെങ്കിൽ വീടിന്റെ കഥകിന് ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു മേശയ്ക്ക് ഒളിച്ച്, അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ മറയിൽ ഒളിച്ചിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രിഡ്ജിന് മറ ഒളിച്ചിരിക്കുന്നത്, വീട്ടിന് കഥകിന് മറച്ചിട്ട് അതിന് ഒളിച്ചിരിക്കുക, ചിലപ്പോൾ മുറിക്കാത്ത ഇറങ്ങത്തില്ല. അവിടെ ഇന്നും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നേ. ഇന്നും അങ്ങനെ വീട്ടിൽ ദൈവദാസം അത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവിടെ TV വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലേരിയ. ആ TV ചിലർ ഓഫ് ചെയ്യും, ചിലർ ഓഫ് ചെയ്യത്തില്ല, വോളിയം കുറച്ച് വെക്കും. ഇതിങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ ശ്രദ്ധയെല്ലാം നമ്മുടെ ഏകാഗ്രതയെല്ലാം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള അങ്ങനെ ചില സാത്താന്റെ കുടുംബമൊക്കെ ഉണ്ട് കേട്ടോ. ദൈവമക്കളുടെ ഭവനെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ദൈവമക്കളുടെ അല്ല, സാത്താന്റെയാ. അപ്പൊ ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വിളിച്ച ചിലത് പിറയ്ക്കകത്തും മുറിക്കകത്തും ഫ്രിഡ്ജിന് കഥകിന് എവിടെങ്കിലും ഒളിഞ്ഞു നിൽക്കുക. നീ മുമ്പോട്ട് വരണം. പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ നീ തലയിൽ തുണി ഇട്ടുകൊണ്ട് മുമ്പിൽ വന്ന് ദൈവദാസന്മാരുടെ മുമ്പിൽ നിൽക്കണം. ആമി സൗകര്യമാർ വന്ന് നിൽക്കണം. അവിടെ നിൽക്കുമ്പോൾ എല്ലാവരെയും കണ്ട് പ്രാർത്ഥിച്ച്, ഒരു പക്ഷേ നിനക്ക് വേണ്ടി ദൂത് പറയാനും നിന്നോട് ആലോചന പറയുവാൻ, അല്ല നീ രോഗിയാണെങ്കിൽ നിന്റെ മേൽ കൈവച്ച് നിന്റെ തലമേ കൈവച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നീ ഒളിച്ചിരുന്നാൽ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ. അതുകൊണ്ട് കർത്താവ് ചോദിക്കുക, നീ എവിടെയാ? നിന്റെ ഭാര്യ സാറ എവിടെയാ? സഹോദരി നീ എവിടെയാ? സഹോദരൻ നീ എവിടെയാ? അപ്പൊ ഇതൊക്കെ കർത്താവ് നമ്മൾ ചോദിക്കുക. നീ വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണോ? നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹവാനായ ദൈവത്തെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ദൈവം സ്നേഹവാനാണ്, ദൈവ സ്നേഹം തന്നെയാണ്. ആ കർത്താവിനെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു? കൂട്ടായ്മ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? പിതാവ് മകൻ എന്ന ബന്ധത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടോ? പിതാവ് പുത്രനുള്ള ബന്ധത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടോ? അവന്റെ കൂട്ടായ്മയിൽ നിങ്ങളുണ്ടോ? അല്ലേലൂയ. എന്തൊക്കെ കർത്താവ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ. അല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നത് മത്തായിയുടെ വിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മത്തായിയുടെ വിശേഷമാണ് 18-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്, അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. അപ്പം ദൈവം പറയുന്നത്, നീ ചെറിയൊരു ഒരുത്തൻ നശിച്ചു പോകും നമ്മുടെ പിതാവിന് ഇഷ്ടമല്ല. ലേരിയ. ഈ ഭൂമിയിൽ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ട് നശിച്ചു പോകുന്ന ദൈവത്തിന് ഇഷ്ടമില്ല. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ മനുഷ്യനും ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും നിരാലും വൃത്തരും അശരണരും യാചകരും ഓർഫനേജ് കിടക്കുന്നവരും ഓൾഡേജ് ഹോമിൽ കിടക്കുന്നവരും എല്ലാവരും സകല ജനത്തെ ദൈവം സ്നേഹിക്കുന്നതേ. നമ്മളാണ് ഈ ജാതി പറയുന്നത്, മതം പറയുന്നത്, നിറം പറയുന്നത്, പാരമ്പര്യം പറയുന്നത്. നമുക്കാണ് ഈ അയിത്തം, ഈ സനാതന നിയമം എന്നൊക്കെ പറയുന്ന പോലെ ഭൂമി മനുഷ്യർക്ക്. പക്ഷെ ദൈവത്തിന് അങ്ങനെ ഒരു നിയമമില്ല.
ദൈവം എല്ലാവരും സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കർത്താവ് ഒറ്റ കാര്യം, പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ അല്ലേലിയ ഒരുത്തൻ നശിച്ചു പോകുന്നു, ഇത് സ്വർഗസ്നമായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒരു ആട്ടിൻകുട്ടിയെ കാണാതെ പോയ ഒരു ആട്ടിൻകുട്ടിയെ തേടിപ്പോയി അന്വേഷിച്ച് അതിനെ കണ്ടെത്തി തിരിച്ച് മടക്കി കൊണ്ടുപോകുന്നവനല്ലേ നമ്മുടെ ദൈവം. അതിനെക്കുറിച്ച് പറഞ്ഞ, ഒരു ആട്ടിൻകുട്ടിയെ കാണാതെ പോയാൽ മറ്റു 99 ആടുകളെയും സുരക്ഷിതമായ സ്ഥലത്ത് വിട്ടിട്ട് കാണാതെ പോയ ആടിനെ സ്നേഹത്തോടു കൂടി പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അല്ലേലിയ. അതാണ് 100 ആടിലൊന്ന് കാണാതെ പോയി. അല്ലേലിയ. കാണാതെ പോയതിനെ ഒന്നങ്ങ് പോട്ടെ എന്ന് വിചാരിക്കാതെ, അതങ്ങ് നഷ്ടപ്പെട്ടത് പോട്ടെ, ഇനി അതിനുവേണ്ടി അന്വേഷിച്ച് നമ്മുടെ സമയം ചെലവഴിക്കണ്ട, അതിനെ തേടിപ്പോകുമ്പോൾ ഈ 99 നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയൊന്നും വെക്കാതെ ആ ഒരെണ്ണത്തിന്റെ പൊന്നാലെ പോയി നമ്മുടെ കർത്താവ് ആ ഒരെണ്ണത്തെ തേടിപ്പോയി. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഈ ചെറിയ വലിയൊരുത്തൻ അല്ലരിയ നശിച്ചു പോകുന്ന സ്വർഗസ്ഥനായ അല്ലരിയ നമ്മുടെ പിതാവിന് ഇഷ്ടമില്ല. എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം, നമ്മൾ ലൂക്കോസ് സുവിശേഷം അല്ലെങ്കിൽ 15-7 വാക്യം വായിച്ച നമ്മളിപ്പം പറഞ്ഞു, അതുപോലെ വായിക്കാം. ഞാൻ എഴുതി പറയുന്നു, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ള അതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അല്ലേലിയ അധിക സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാണാതെ പോയ ആടിനുള്ള ബന്ധത്തിനാ. അപ്പൊ അതിന്റെ 10ാമത്തെ വാക്യം കൂടെ വായിക്കും, ലൂക്കോസിന്റെ 15-10 കൂടെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, മാനസാന്തരം എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ച് സ്വർഗം എത്രമാത്രം സന്തോഷിക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ദൈവം നമുക്ക് നൽകുന്ന അവസരത്തെ വ്യർത്ഥമാക്കി പറക്കളയരുത്. എന്ന് പറയാൻ, ലോക ഉല്ലാസങ്ങളെയും പാപ സന്തോഷങ്ങളെയും നോക്കി നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. ലോക സന്തോഷം, ഈ ലോകത്തിന്റെ പാപ ഉല്ലാസങ്ങളെ ആശ്രയിച്ച് ജീവിതത്തെ നീ തകർത്ത് കളയരുത്. അല്ലേലിയ. ഒരിക്കലും ദൈവദാസനോട് പറഞ്ഞു, ബിയർ കുടിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാ, നല്ലതാ, ബിയർ കുടിക്കുന്ന നന്നായിട്ട് മൂത്രം പോകുന്നു. ശരി, ഞാൻ പറഞ്ഞു മൂത്രം പോകാനായിട്ട് ബിയർ കുടിക്കേണ്ട കാര്യമില്ലല്ലോ, നന്നായിട്ട് വെള്ളം കുടിച്ചാൽ പോരെ. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്തതാണെന്ന്. ഞാൻ, നല്ല കാര്യമാണ്. അല്ലേലിയ. ഇതൊക്കെ പറയുന്നതാരാ? സഭയുടെ ശുശ്രൂഷകന്മാരാ. അങ്ങനെ ബിയർ കുടിക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. ബിയറല്ല, ബ്രാഡി തന്നെ വാങ്ങി വെച്ച് കുടിക്കുന്നവരുണ്ട്. അല്ലേലേ. അപ്പം ഇവിടെ ദൈവജനം പറയുന്നത് എന്താണ്? നിങ്ങൾ ലോക ഉല്ലാസങ്ങളെയും പാപസന്തോഷങ്ങളെയും നോക്കി ചെന്ന് അവസാന ആ ദൂർത്തൂത്രൻ നശിച്ചു പോയതുപോലെ നീ നശിച്ചു പോകരുത്. അപ്പന്റെ 2 മക്കളിൽ അല്ലെങ്കിൽ ഇളയവൻ തനിക്ക് വരേണ്ടുന്ന സ്വത്തിന്റെ എല്ലാ പങ്കും വാങ്ങി ദൂരദേശത്ത് പോയി തുറന്നടപ്പുകാനായി ജീവിച്ചു. അവസാനം അവന്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു. അവന് മുട്ട് വന്നു, ദേശത്തെ പ്രമാണിച്ച് ആശ്രയിച്ചു. അവന് ജോലി കിട്ടി, പന്നി നോക്കുന്ന ജോലി. പന്നിക്കൂട്ടിൽ കിടക്കുന്ന അവന് പന്നി തിന്നുന്ന വാളവിര പോലും കിട്ടിയില്ലെന്ന. അങ്ങനെ പന്നിക്കൂട്ടി കിടന്നത് വിശപ്പനുഭവിച്ചപ്പോൾ അവന് സുബോധം വന്നു. അവന് സുബോധം വന്നിട്ട് അവനിലേക്ക് തിരിഞ്ഞു നോക്കി. അവനെ തന്നെ നോക്കി. ഞാൻ കഴിഞ്ഞ കാലം മാത്രമേ ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിൽ നിന്നപ്പോൾ എനിക്കൊന്നിനും കുറവില്ലാണ്ട് ഒന്നിനും മുട്ടില്ലായിരുന്നു. അപ്പൻ എന്നെ സ്നേഹിച്ച് പൊന്നുപോലെ നോക്കി, എനിക്ക് വേണ്ടതെല്ലാം തന്ന. പക്ഷേ ഞാൻ എൻ്റെ അപ്പനെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി. എൻ്റെ അപ്പന്റെ മുതൽ വാങ്ങി, ഞാൻ എന്റേതാണെന്ന് പറഞ്ഞ് വാങ്ങി. ഞാൻ ദൂരദേശത്ത് ദുർനടപ്പ് തന്നെ ജീവിച്ച് ഇപ്പൊ ഞാൻ ഒന്നുമില്ലാത്തവനായി തീർന്നു. അപ്പന്റെ വീട് വിട്ട് ഇവൻ എവിടെ? പന്നിക്കൂടില്ല. എന്നാലും അവന് സുബോധം വന്നപ്പോൾ മനസ്സുകൊണ്ട് എഴുന്നേറ്റു. മനസ്സുകൊണ്ട് എഴുന്നേറ്റു, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം, അപ്പനോട് ചെന്ന് ക്ഷമ പറയാം. അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്ത് നിന്റെ മകനെന്നുള്ള യോഗ്യത പോലും എനിക്കില്ല. നിന്റെ കൂലിക്കാരിൽ അലിയ ഒരുത്തിനെ പോലെ കണ്ട് അവർക്ക് കൊടുക്കുന്ന ആഹാരമെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ചവൻ മനസ്സുകൊണ്ട് എഴുന്നേറ്റ് അപ്പൻ്റെ വീട്ടിലേക്ക് ഇല്ല.
ഹല്ലേലൂയ. അങ്ങനെ അപ്പന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന മകനെ ദൂരത്തു നിന്ന് കണ്ടപ്പോൾ അപ്പൻ എന്താ ചെയ്തത്? എടാ, നീ എന്റെ കയ്യിൽ നിന്ന് സ്വത്തെല്ലാം വാങ്ങിക്കൊണ്ട് നീ പടി കയറിയേക്കരുത്, ഇങ്ങോട്ട് വന്നേക്കരുത്, നിന്റെ മുഖം എനിക്ക് കാണണ്ട, നീ എല്ലാം നശിപ്പിച്ചില്ലേ, ദൂർത്തടിച്ചില്ലേ എന്ന് പറയല്ലേ അപ്പൻ ചെയ്തത്. അപ്പൻ ഓടിച്ച് എന്റെ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഹല്ലേലൂയ അവന്റെ കാലിൽ അവൻ വെള്ളമൊഴിച്ച് ചെരുപ്പിട്ട് എല്ലാം വാങ്ങി കൊടുത്ത് അവന്റെ കൈക്ക് മോതിരമിട്ട് വീട്ടിലുള്ള ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ല ഏറ്റവും ശ്രേഷ്ഠമുള്ള ഒരു കാളക്കുട്ടിയെ പിടിച്ച് അറുത്ത് ഹല്ലേലൂയ എത്രയും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കും. ഈ മയ്യന്റെ മോൻ മരിച്ചവനായിരുന്നു, ഇവൻ കാണാതെ പോയത് കണ്ടു കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ അപ്പന് നമ്മെക്കുറിച്ചുള്ള കരുതല്. നമ്മുടെ ലൂക്കോസുവിശേഷം 15 ആ ധൂർത്തപുത്രന്റെ കഥയും കൂടെ പറഞ്ഞത് ഓർത്തു വയ്ക്കുകയും നമ്മുടെ അപ്പന് നമ്മെക്കുറിച്ചുള്ള കരുതൽ അത് തന്നെയാണ് അബ്രഹാമിനോട് ദൈവം കാണിച്ചത്. അബ്രഹാം വസിക്കുന്ന കൂടാരം മമ്രയുടെ കൂടാരത്തിൽ വന്ന് അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ഹല്ലേലൂയ നല്ല അതിഥി സൽക്കാരം സ്വീകരിച്ച ഒരു കർത്താവ് ദൂതന്മാരുടെ പോകാൻ നേരം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ നിനക്ക് സന്തതിയെ തരും. നിന്റെ ഭാര്യ സാറ എവിടെ? ഹല്ലേലൂയ. സന്തതിയില്ലാതെ മക്കളില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ നിങ്ങളോട് ദൈവാത്മാവ് പറയാണ്, അടുത്ത വർഷം നിനക്കൊരു സന്തതിയെ തരും. ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് അബ്രഹാമിന് സാറയ്ക്കും മക്കളെ കൊടുത്തല്ലോ, ഇസ്ഹാക്കിന് കൊടുത്തല്ലോ, യാക്കൂബിന് കൊടുത്തല്ലോ, മനോഹയ്ക്ക് മകളെ കൊടുത്തല്ലോ, മകനെ കൊടുത്തല്ലോ, സക്രിയാമിന് എലിസബാനെ കൊടുത്തല്ലോ. കർത്താവ് ഈ കുടുംബത്തിന് തലമുറയെ കൊടുക്കണമേ, ഒരു വന്ധ്യത മാറണം കർത്താവ്. ഈ വർഷം തന്നെ ഒരു അത്ഭുതം ചെയ്യണം. പ്രാർത്ഥിച്ച ചില കുടുംബങ്ങളിലൊക്കെ തലമുറയെ കിട്ടിയത് എനിക്കും അറിയാം കേട്ടോ. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുമെന്നേ. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന്റെ വീട്ടിലേക്ക് വന്ന ദൂതന്മാരെ സൽക്കരിച്ചത് കൊണ്ട്, ദൂതന്മാരെ സൽക്കരിച്ചത് കൊണ്ട് പിന്നത്തെ അബ്രഹാമിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. അബ്രഹാമിനോട് ഞാൻ ഒരു വചനം കൂടെ പറയാം. അബ്രഹാമിന്റെ നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. ഹല്ലേലൂയ. കാത്തിരുന്ന് കിട്ടിയതാ, പ്രാർത്ഥിച്ച് കിട്ടിയതാ, കാലങ്ങൾ കാത്തിരുന്ന് കിട്ടിയതാ ഒരു മകനെ. അവന് ഹല്ലേലൂയ ഒരിക്കൽ കർത്താവ് പറഞ്ഞു, നീ അവനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കാൻ. ഉൽപ്പത്തി പുസ്തകം 22. അങ്ങനെ ദൈവം പറഞ്ഞു കേട്ടുകൊണ്ടുപോയി യാഗം കഴിക്കാൻ മോറിയാമലി ചെന്ന് യാഗപ്പെട്ട് ഒരുക്കിയത് കിടത്തിയപ്പം അബ്രഹാമിനോട് പറഞ്ഞു, നീ മകൻ ബാലിന് കൈവെക്കരുത്. എന്നിട്ടായി 20 ദിവസം 17 ഒരു ഇങ്ങനെ എടുത്തിട്ടുണ്ട്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടി കാണിക്കായിക്കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അത് ദൈവം നമ്മോട് ചിലതൊക്കെ ചോദിക്കും. കർത്താവ് നമ്മോട് ചിലത് ചോദിക്കും, ചിലത് ആവശ്യപ്പെടും, ചിലത് ആജ്ഞയാണ്, ചിലത് കൽപ്പനയാണ്, ചിലത് ശോധനയാണ്, ചിലത് പരീക്ഷയാണ്. ദൈവം അങ്ങനെ ചിലതൊക്കെ നമ്മളെ കടത്തി പോകുമ്പോൾ ഇവിടെ അബ്രഹാമിനെ പോലെ നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാകണം. ഹല്ലേലൂയ. ഒരു ചങ്കൂറ്റം ഉണ്ടാകണം തീരുമാനം എടുക്കാൻ. അത് ശരിയാണോ? അതങ്ങനെ ചെയ്താൽ പറ്റുമോ? അതങ്ങനെ പറഞ്ഞില്ല, പാസ്റ്റർ അങ്ങനെ പറഞ്ഞില്ല, ഉപദേശി അങ്ങനെ പറഞ്ഞല്ലോ, അത് അങ്ങനെയൊന്നുമല്ല. നിന്റെ ഏകജാതനായ മകനെ നീ മോറിയാമൽ എനിക്ക് യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ സാറയോട് ചോദിച്ചില്ല. സാറയോട് ചോദിച്ചാൽ സാറ സമ്മതിക്കുന്നില്ല. കാരണം അവൾക്കറിയാം അവൾ എത്ര കാലം നോക്കിയെന്നില്ല ഒരു കുട്ടിയെ കിട്ടിയ. അവൾ പറയും, എന്റെ മകനെ ഞാൻ തരത്തില്ല. എന്നാൽ അബ്രഹാം സാറയോട് ചോദിച്ചില്ല, വീട്ടിലുള്ള ആരോടും ചോദിച്ചില്ല. മകനെ കുട്ടി യാഗത്തിന് പോവുകയാണ്. അത് നിനക്കൊരു തീരുമാനം എടുക്കാൻ കഴിയണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ പലരോട് ചോദിച്ചു പോകാതെ, പല പ്രവാചകനെ നീ വിളിച്ച് ചോദിക്കാതെ നിനക്ക് അതിനകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് യോശുവയുടെ ദൈവം നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. മോശയുടെ മരണശേഷം ഈ സാഹചര്യത്തെ വാഗ്ദത്ത കനാലിലേക്ക് നടത്തുവാൻ, അവരെ വാഗ്ദത്ത കനാലിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ചുമതല മുഴുവൻ യോശുവയ്ക്കാ ദൈവം കൊടുത്തത്. അങ്ങനെ യോശുവയുടെ ദൈവം പറഞ്ഞു, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. നിങ്ങൾ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവനാണ്. അബ്രഹാമിനെ സംബന്ധിച്ച് ഉറപ്പുള്ളവനും ധൈര്യമുള്ളവനായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും നിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്തത്, നന്മ നിനക്ക് കിട്ടാത്തത് നീ ഉറപ്പും ധൈര്യമുള്ളവനല്ല. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്ന പടകം പോലെ എന്ന് പറഞ്ഞ യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞ, യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് വെച്ചാൽ, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരന്ന, അവൻ കാറ്റടിച്ച് അലയുന്ന കടലത്തിലേക്ക് സമനെന്ന. അപ്പൊ നമ്മളൊരു വാക്ക് കേട്ടാൽ, ദൂത് കേട്ടാൽ അതിനെ അങ്ങ് മുറുകെ പിടിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നോട് ഒരുപാട് ദൈവമക്കൾ ദൈവദാസന്മാരൊക്കെ ദൂത് പറയാറുണ്ട്. ഹല്ലേലൂയ. ഈ ദൂതൊക്കെ കേൾക്കും, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് കേൾക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെന്ത് ചെയ്യും? ഹല്ലേലൂയ. അപ്പോൾ തന്നെ മനസ്സിൽ കുറിക്കും. ഞാൻ എന്നിട്ട് ആ ദൂത് വെച്ചുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും.
അത് ചെറിയവർ പറഞ്ഞാലും വലിയവർ പറഞ്ഞാലും ഞാൻ അതുവിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ദൈവാത്മാവ് പറഞ്ഞു എന്നുള്ള ചിന്തയിൽ ഞാൻ എന്നെ ഏറ്റെടുക്കും. പക്ഷേ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ദൈവം കൊടുത്തതായിരിക്കും. നമ്മളതിനെ വിധിക്കല്ല, പ്രവചനം തുച്ഛീകരിക്കരുത്. നല്ലത് മുറുകെ പിടിച്ച് ശോധന ചെയ്യുന്നതാണ് വേദപുസ്തകം. തെസ്സലോനിക്കയിലെ 5 14 കൊടുത്ത വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ നിങ്ങളൊരു ദൂത് പറഞ്ഞാൽ അതേ നീ മുറുകെ പിടിക്കണം. അതെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ കഷ്ടം മാറാൻ പോവുക, നിന്റെ സങ്കടം മാറാൻ പോവുക, നിന്റെ ദുഃഖം മാറാൻ പോവുക, നിന്റെ ശാപം മാറാൻ പോവുക, നിന്റെ രോഗം അഴിയുക, നിന്റെ ബന്ധനം അഴിയാൻ പോവുക, ജോലിയിലെ തടസ്സമതി മാറ്റി, നിന്റെ സാലറിക്ക് ഉയർച്ച തരാൻ, നിനക്ക് ജോലിയെ സ്ഥാനമാനം തരാൻ പോവുക, സ്ഥാനക്കയറ്റം തരാൻ പോവുക, നിന്റെ വിദേശത്തെ മുടങ്ങി യാത്രയിൽ പുനരാരംഭിക്കാൻ പോവുക, നിന്റെ വിസയുടെ കാലാവധി നഷ്ടപ്പെട്ടെങ്കിൽ അതിന് ദൈവം പുതുക്കി തരാൻ പോവുക, വിസയ്ക്ക് വേണ്ടി നിന്റെ കാലങ്ങളായി പ്രാർത്ഥിക്കുന്ന വീട്ടിലെ നിന്റെ സഹോദരിക്കും മക്കൾക്കും എൻ്റെ വീട്ടിലുള്ള വിസയ്ക്ക് വേണ്ടി കാലങ്ങളായി മുടങ്ങി കിടക്കുകയാണെങ്കിൽ ഇന്ന് പകൽ എംബസിയോടൊക്കെ ഇടപെട്ട് ആ വിസ നിനക്ക് അനുവദിച്ചു കിട്ടാൻ പോവുക. തലമുറയില്ലാതെ ഭാരപ്പെടുകയാണോ, ദൈവം നിനക്ക് തലമുറ തരാൻ പോവുകയാണ്. വീടില്ലാതെ ഭാരപ്പെടുകയാണോ, നിനക്ക് വീട് തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നീ സ്ഥലത്തെ എല്ലാ ദൈവത്തിന് എല്ലാത്തരം ഇന്ന് നിങ്ങളിൽ ചിലരെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. ഐശ്വര്യമായിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടി കാണിക്കുകയുണ്ട്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു പറഞ്ഞു. നിന്നെ ഇന്ന് പകൽ ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. നിന്നെ ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കും. പുത്തൻ കൃപകൾ തരാൻ, പുത്തൻ വെളിപ്പാട് തന്ന്, പുത്തൻ ദർശനം തന്ന്, പുതിയ വചനം നിനക്ക് തന്ന്, വചനത്തിന് മറ നീക്കി, വചനത്തിന്റെ വെളിപ്പാടുകൾ, വചനത്തിന്റെ മർമ്മങ്ങളെ ദൈവം നിന്റെ ആത്മാവിൽ വെളിപ്പെടുത്തി ശക്തമായ ദൂതുകൾ നിന്നിലൂടെ കൈമാറാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു ശുശ്രൂഷയ്ക്ക് വിശാലത ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കും, കരമടിച്ച് ദൈവത്തെ ചോദിച്ചാട്ട് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് വചനം പറയുമ്പോൾ തന്നെ തകർന്നു കിടക്കുന്ന ചില കുടുംബ ജീവിതങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്. ചില കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരാൻ പോവുകയാണ്. ചില കേസുകൾ, കോടതി സംബന്ധമായ കേസുകൾ ഇന്ന് പകൽ അതിലൊരു നീക്കം വരാൻ പോവുകയാണ്. നാളുകളായി നിന്നെ വേദനിപ്പിക്കുന്ന, നാളുകളായി നിന്നെ ദുഃഖിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ചില ദുഷ്ട ശക്തികളുടെ കയ്യിൽ ദൈവം നിനക്ക് ഉയർച്ച തരാൻ പോവുക, നിന്നെ അതിന് പിടിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതെ, കർത്താവ് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. കർത്താവ് ചോദിക്കുന്ന ഒറ്റ കാര്യം, നീ എവിടെയാ? ആദമേ നീ എവിടെ? ലേരിയ ഹാഗരെ നീ എവിടേക്ക്, എവിടെ ഒന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? അന്നിന്റെ ഭാര്യ സാറ എവിടെ? നീ കർത്താവ് നിന്നോട് ചോദിച്ചു, നീ എവിടെ? നീ ദൈവത്തിലേക്ക് വാ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ കഷ്ടതകൾ മാറി. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് പോലെ ഒരു അനുഗ്രഹത്തെ ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുമ്പോൾ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഉൽപ്പത്തി പുസ്തകം 18:9. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്നവൻ പറഞ്ഞു. എവിടെയുണ്ട് ചോദിച്ചു. അബ്രഹാമത് അവൾ കൂടാരത്തിലുണ്ട്. അത് കൂടാരം വിട്ട് പിരിയാതിരിക്കണം. അബ്രഹാമും സാറയും കൂടാരം വിട്ട് പിരിയാതെ ഇരുന്നത് കൊണ്ടാണ് യഹോവയുടെ സാന്നിധ്യം വെളിപ്പെട്ടത്. കൂടാരം വിട്ട് അകന്നുപോയ ലോത്തിന്റെ ജീവിതത്തെ അടുത്ത അധ്യായത്തിൽ ഉൽപ്പത്തി 19 കാണാൻ കഴിയും. അതെ, കൂടാരത്തിനകത്ത് നിന്ന് ഇരിക്കുന്നെങ്കിൽ, ദൈവസന്നിധി ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവം തന്നെ അനുഗ്രഹിക്കും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തെയും കേരളത്തിലും ലോക രാജ്യമുള്ള ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന കർത്താവ് സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും വേദനകളും കടന്നു പോകുന്ന കർത്താവ് ജനത്തിൽ വിടുതലും ആശ്വാസം സമാധാനം കൊടുക്കണമേ, എല്ലാ പ്രശ്നവും പരിഹാരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയം മറുപടിയില്ലാതെ വേദനയുടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പകൽ ഒരു ആശ്വാസം. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവമേ, ജനത്തെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളെ, ദൈവദാസന്മാരെ കേരളത്തിൽ ലോക രാജ്യങ്ങൾ എല്ലാവരോട് പ്രാർത്ഥിക്കുന്നു. തെച്ചിപ്പം കർത്താവ് പശ്ചിമേഷ്യ നടക്കുന്ന യുദ്ധങ്ങൾക്ക് ഒരു അറുതി വരട്ടെ. ഇറാനുമേ ദൈവ സന്ദർശനം, ഇസ്രായേലിമേ ദൈവ സന്ദർശനം, അമേരിക്കമേ ദൈവ സന്ദർശനം, എല്ലാ രാജ്യങ്ങളും സമാധാനപരമായി തീരുവാൻ, എല്ലാവരും ആയുധങ്ങൾ താഴ്ത്തിവെച്ച് സമാധാനത്തോടെ പരസ്പരം സ്നേഹിപ്പാൻ, യുദ്ധങ്ങൾക്ക് ഒരു അറുതി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകലത്തുമേലും ദൈവനീതി വെളിപ്പുറം ചെയ്തി കിടക്കുന്ന ദൈവദാസ്യദാസന്മാരുണ്ട്. സുവിശേഷ വിരോധികൾക്ക് മാനസാന്തരം, അവരുടെ പിന്മാറ്റക്കാരൻ മടങ്ങിയ അധികാരികൾക്ക് മാനസാന്തരം കൊടുക്കണമേ. ദൈവസഭയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൈവദാസന്മാരെ, ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ ഭരണ സംവിധാനങ്ങളെയും ദൈവം തുടരേണ്ടതായി പ്രാർത്ഥിക്കുന്നു. സകലത്തുമേ നീതി വെളിപ്പെടുത്തിയ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.